അഞ്ചൂരിൽ തുറങ്ങത്തിനടുത്തേക്കാണേ. ഇത് കണ്ടോ, ഇവിടെ ഇത് തുറന്നിരിക്കുകയാണ് കേട്ടോ. അപ്പം ഇവിടെയുള്ള വെള്ളത്തിൻ്റെ ഒഴുക്ക് കുറഞ്ഞു. എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ അഞ്ചൂരിലെ ടണലിൻ്റെ ഉള്ളിലാണ്. അഞ്ചൂരിലെ ടണൽ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാലോ, നമ്മുടെ ഇരട്ടയാറ്റിൽ നിന്ന് ഇടുക്കി ഡാമിലേക്ക് വെള്ളം എത്തിക്കുന്ന ടണലാണ് അഞ്ചൂരിലെ ടണൽ. ഇതിന് 4-5 കിലോമീറ്റർ ദൂരമുണ്ട് പുറകോട്ട്. നമുക്ക് അങ്ങേ അറ്റത്തായിട്ട് ചെറിയ വെളിച്ചം പോലെ കാണാം. അത് ഇരട്ടയാർ ഭാഗമാണ് ആ കാണുന്നത്. അവിടെ നിന്നാണ് ഈ വെള്ളം ഇങ്ങോട്ട് ഈ തുറങ്കത്തിൽ കൂടെ വന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇപ്പം വെള്ളമൊക്കെ പറ്റിയത് കൊണ്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ നമുക്കിങ്ങനെ ഇറങ്ങി നടക്കാൻ പറ്റുന്നുണ്ട്. കുറേ കൂടെ വേണേൽ പുറകോട്ട് പോകാം, പക്ഷേ അതിനോട് നമുക്കൊരു താല്പര്യം ഇല്ലാത്തതുകൊണ്ട് പോകുന്നില്ല. അപ്പം ഇന്നിപ്പോൾ തിങ്കളാഴ്ച ആയതുകൊണ്ട് അധികം ആൾക്കാരൊന്നുമില്ല. പക്ഷേ ശനിയും ഞായറും ഒക്കെ ആണെങ്കിൽ ഇവിടെ നല്ല രീതിയിൽ ആൾക്കാരുണ്ടാവും. പിള്ളേരൊക്കെ അന്ന് പോകും കേട്ടോ. അന്ന് ദൂരമൊക്കെ അവന്മാർ കുറേയൊക്കെ ആ സൈഡിൽ കൂടെ ഒക്കെ പറ്റി പിടിച്ച് പോകുവേ. നമ്മളതൊന്നും പോകുന്നില്ല, ഇങ്ങോട്ട് കുറച്ച് കയറി നിന്നത് മാത്രമേ ഉള്ളൂ. പിന്നെയെന്ന് വെച്ചാൽ ഇതിനുള്ളിൽ കയറിയപ്പോൾ നല്ല തണുപ്പാണ് കേട്ടോ. നല്ല അടിപൊളി തണുപ്പാണ്. ഒരു എ സിക്കകത്ത് കയറി നിൽക്കുന്ന ഒരവസ്ഥയാണ്. പുറത്താണെങ്കിൽ നല്ല മാരക ചൂടും. അതുകൊണ്ട് ആൾക്കാരൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ ടണലിലൊക്കെ കയറി ഇവിടെയൊക്കെ ഇരിക്കുവേ. അപ്പോൾ നമുക്ക് കുറച്ച് നേരം ഇവിടെ ഇരുന്ന് വെച്ച് പുറത്തേക്ക് മെല്ലെ ഇറങ്ങിപ്പോവാം. ഡാമിലെ വെള്ളമൊക്കെ ഒന്ന് കണ്ടുവരാം. ഇടുക്കി ജലാശയം, ഇവിടേക്ക് വെള്ളം എത്തുന്ന അഞ്ചൂരിൽ ടണൽ നമുക്കൊന്ന് കണ്ടാലോ. ഇരട്ടയാറ്റിൽ നിന്നും ഇടുക്കി ജലാശയത്തിലേക്ക് വെള്ളം എത്തിക്കുന്ന അഞ്ചൂരിൽ ടണൽ. ഇപ്പോൾ നിലവിൽ മഴയില്ലാത്തതുകൊണ്ടും വേനൽ കടുത്തതുകൊണ്ടും അധികം ജലമൊന്നുമില്ല. നമുക്കതിൻ്റെ ഉള്ളിൽ കുറച്ചൊന്ന് പോയി അവിടുത്തെ കാഴ്ചകൾ കണ്ടുവരാം. ഇടുക്കി ജലാശയത്തിലേക്ക്, ഇത്രയും വലിയ ജലാശയത്തിലേക്ക് വെള്ളം എത്തിക്കുക എന്നുള്ളത് KSEBയുടെ വലിയൊരു ടാസ്ക്കായിട്ടുള്ള പരിപാടിയായിരുന്നു. അതിനാണ് നെടുങ്കണ്ടം കല്ലാറിൽ നിന്നും ഇരട്ടയാറ്റിലേക്കും ഇരട്ടയാറ്റിൽ നിന്ന് അഞ്ചൂരിൽ വഴി ഇടുക്കി ജലാശയത്തിലേക്കും വെള്ളം എത്തിക്കാനുള്ള ഈ തുരങ്കം നിർമ്മിച്ചത്. ഈ തുരങ്കത്തിൻ്റെ നിർമ്മാണം 1974 തുടങ്ങി. PM പൈലി എന്ന് പറയുന്ന ഒരു കോൺട്രാക്ടറാണ് ഇതിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്. ഈ തുരങ്കത്തിൻ്റെ നിർമ്മാണ സമയത്ത് തൊഴിലാളികളൊക്കെ മരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇരട്ടയാറ്റിൽ നിന്നും ഇങ്ങോട്ടും അഞ്ചൂരിൽ നിന്ന് ഇരട്ടയാറ്റിലേക്കും ഇടയ്ക്ക് വെച്ചാണ് ഇതിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ളത്. വരുന്ന സഞ്ചാരികളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ കുറച്ച് ദൂരമൊക്കെ പോകാറുണ്ട്. പാമ്പും കടവവാലുകളൊക്കെ ഇതിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ. 5.5 കിലോമീറ്ററാണ് ഈ തുരങ്കത്തിൻ്റെ മൊത്തം നീളം കേട്ടോ. ഈ തുരങ്കം നമുക്ക് കാണുമ്പോൾ ഇത് നേരെ ഓപ്പോസിറ്റ് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗുണാക്കേവിലെ പില്ലർ റോക്കിൻ്റെ ഉള്ളിലെ ഗുഹ പോലെ ഇരിക്കും. പക്ഷേ ഇതിന് മറുപുറം കാണാം, അതിന് മറുപുറം കാണത്തില്ല. അങ്ങനെ നമ്മൾ ചിന്തിച്ച് നോക്കിയാൽ മതി. ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനം കണ്ടോ. നമ്മൾ കയറി വരുന്ന കുറേ ഭാഗം കോൺക്രീറ്റും പിന്നീട് അങ്ങോട്ട് മുഴുവൻ ഈ പാറ പൊട്ടിച്ച് തുരങ്കമായിട്ട് മുന്നോട്ട് പോയിരിക്കുന്നതാണ് കേട്ടോ. ഏതാണ്ട് 6 വർഷം കൊണ്ടാണ് ഇതിൻ്റെ പണി ഇവർ തീർത്തിട്ടുള്ളത്. നമ്മുടെ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഡാമും ഏറ്റവും വലിയ തുരങ്കവും ഇതുതന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇതിന് ഏതാണ്ട് ഒരു 16 അടി വീതിയും ഒരു 20 അടി ഹൈറ്റും ഉണ്ട് ഈ തുരങ്കത്തിന്. അത്രയും വലിപ്പമുള്ള തുരങ്കമാണിത്. കുറേ മുന്നോട്ട് ഇതിലെ പോകാമെന്ന് വെച്ചാൽ കുറേ അങ്ങ് ചെയ്യുമ്പോൾ നമുക്ക് ശ്വാസം കിട്ടാത്ത ഒരവസ്ഥയും വരും. പിന്നെ പാമ്പ്, വവ്വാലുകൾ, ഇവരുടെയൊക്കെ ശല്യങ്ങൾ നല്ല രീതിയിൽ ഇതിനകത്തുണ്ട്. ഒരുപാട് സഞ്ചാരികൾ ഇവിടെ വരാറുണ്ട്. വന്ന് ഈ ഗുഹയ്ക്കുള്ളിലൊക്കെ ഈ തുരങ്കത്തിലൊക്കെ കയറി ഇറങ്ങി പോകുന്നതാണ്. ഇവിടുന്ന് പുറത്തേക്കുള്ള കാഴ്ചകൾ വളരെ ഭംഗിയുള്ളതാണ്. ഈ തുരങ്കത്തിലേക്ക് കടക്കുമ്പോൾ മറ്റുള്ളൊരു അനുഭവം എന്താണെന്ന് വെച്ചാൽ നല്ല വേനൽക്കാലത്തൊക്കെ ആയതുകൊണ്ട് ഇതിനുള്ളിൽ കയറി നല്ല ഒരു AC കാലാവസ്ഥയാണ് കേട്ടോ. ഈ കല്ലിൻ്റെ ഉള്ളിലൊക്കെ നല്ല തണുപ്പാണ്. അതാണ് ഈ നമ്മുടെ ഗുണാക്കേവിലൊക്കെ പോയിട്ട് ആൾക്കാർ ആ ഗുഹയ്ക്കകത്ത് പെട്ട് കഴിയുമ്പോഴത്തേക്ക് അതിനുള്ളിൽ ഒന്നാമത് അവിടെ തണുത്ത സ്ഥലവും കൂടെയാണ്. അതിൻ്റെ കൂടെ നല്ല തണുപ്പും, -ഡിഗ്രിയിലേക്ക് പോകും അവിടുത്തെ തണുപ്പൊക്കെ. അങ്ങനെ ആൾക്കാർ തണുത്ത് പറിച്ച് മരിച്ചു പോകാറുണ്ട് ഗുണാക്കേവിൽ. ഇതുകൊണ്ട് ഈ സൈഡ് പാറ കണ്ടോ, ഇതേ കൂടെയൊക്കെ പറ്റിപ്പിടിച്ചാണ് പിള്ളേർ സെറ്റൊക്കെ കുറേ ദൂരമൊക്കെ അങ്ങോട്ട് പോകുന്നത്. പക്ഷേ നമുക്കത് പാറയൊക്കെ നല്ല മിനുസവും നല്ല വഴുവഴുക്കലും ഉണ്ട്. അതുകൊണ്ട് തെന്നിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഈ നടുക്ക് കാണുന്ന ഈ വെള്ളത്തിൽ കൂടെ നമ്മൾ മുന്നോട്ട് പോയാൽ അവിടെ ചിലപ്പോൾ ഈ വെള്ളത്തിൽ വസിക്കുന്ന കുറേ പാമ്പൊക്കെ ഉണ്ട്. അതൊക്കെ പ്രശ്നങ്ങളാവും. ആ പച്ച കളറിൽ പായൽ പിടിച്ചിരിക്കുന്നുണ്ടോ, അവിടം വരെയൊക്കെ വെള്ളം കയറി വരുന്നതാണ്. ഏതാണ്ട് ഇതിൻ്റെ ഒരു 3/4 ഭാഗം തന്നെ വെള്ളം നിറഞ്ഞു വരും മഴക്കാലത്തൊക്കെ. നല്ല മഴ പെയ്ത് കഴിയുമ്പോൾ നെടുങ്കണ്ടം കല്ലാറ് മുതൽ ഇരട്ടയാറ് മുതലുള്ള വെള്ളം ഈ തുരങ്കത്തിൽ കൂടെയാണ് മെയിനായിട്ട് ഇങ്ങോട്ട് ഇടുക്കി ജലാശയത്തിലേക്ക് വരുന്നത്. ഇനി നമുക്ക് ഇവിടുന്ന് പുറത്ത് പോയി ജലാശയത്തിൻ്റെ കുറച്ച് കാഴ്ചകളും കൂടെ കാണാം. ഇപ്പോൾ വെള്ളമൊക്കെ അവിടെ ഒരുവിധം കുറഞ്ഞു പോയിട്ടുണ്ട്. ഇപ്പോൾ വെള്ളത്തിൻ്റെ ഒഴുക്കൊക്കെ തീർത്ത് കുറവാട്ടോ. ഈ സൈഡിൽ കൂടെ ഉള്ള ചെറിയൊരു വെള്ളച്ചാല് മാത്രമേ ഉള്ളേ. ഇത് ഈ ഒഴുകി പോകുന്നത് താഴെ നല്ല ആഴമുള്ളൊരു കയമാണ്. നമ്മൾ ഈ നിൽക്കുന്ന ഈ ഭാഗത്തൂടെയൊക്കെ മഴക്കാലത്തൊക്കെ നല്ല അടിപൊളിയായിട്ടൊരു വെള്ളച്ചാട്ടം നമുക്ക് കാണാൻ പറ്റുമേ.
ഇപ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. എല്ലാം ഈ ടണലൊക്കെ കയറി നോക്കിയിട്ട് പോകും. അതിനൊക്കെ ആയിട്ട് വരുന്ന ആൾക്കാരാണേ. വേനൽ നല്ലപോലെ കടുത്തു നിൽക്കുന്ന സമയം കേട്ടോ. അതുകൊണ്ട് ആൾക്കാരൊക്കെ ഇങ്ങോട്ടൊക്കെ വന്ന് ഈ തുരങ്കത്തിലും ഈ മരത്തണലിലും ഒക്കെ കയറി അങ്ങനെ ഇരിക്കും. ശരിക്കും പഞ്ചായത്ത് ഇവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു പുരോഗമന പ്രവർത്തനമൊക്കെ ചെയ്യുവാണെങ്കിൽ ഇവിടേക്ക് കുറേ കൂടെയൊക്കെ ആൾക്കാർ വരും കേട്ടോ. കാരണം ഇവിടെ അല്ലെങ്കിൽ തന്നെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. പക്ഷേ ഇവർക്ക് നല്ല രീതിയിൽ ഇവിടെ വന്നൊന്ന് ഇരിക്കാനോ ഒന്നുമുള്ളൊരു സംവിധാനമൊന്നും ഇല്ല ഇവിടെ. അതൊക്കെ ഉണ്ടെങ്കിലുണ്ടല്ലോ വൈകുന്നേരങ്ങളിലൊക്കെ ആൾക്കാർ എൻജോയ്മെൻ്റൊക്കെ ചെയ്ത് ഇവിടെ വന്നങ്ങനെ ഇരിക്കും. ഇവിടുന്ന് നമുക്ക് നല്ലൊരു വാട്ടർഫോൾസ് കാണാവുന്നതായിരുന്നു. ഇപ്പോൾ വെള്ളം കുറഞ്ഞതുകൊണ്ട് ആ സൈഡിൽ നിന്നുള്ളൊരു ചെറിയ കാഴ്ചയെ നമുക്ക് കാണാൻ പറ്റുന്നുള്ളേ. വെള്ളം കുറച്ചൊക്കെ കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ വെള്ളം കുറേ കൂടെ മേളിലായിരുന്നു. സാധാരണ മീൻപിടുത്തക്കാർ കാണുന്നതാണ്. പക്ഷേ ഇപ്പോൾ ഉച്ച സമയം ആയതുകൊണ്ടായിരിക്കും. അവർ രാവിലെയും വൈകുന്നേരമാണ് കൂടുതലും ഇവിടെ കാണുകയുള്ളൂ. ഈ കാണുന്നൊരു തട്ട് കണ്ടോ, ഇവിടെ കുറേ വർണ്ണക്കുടകളും കുറച്ച് ചാരു ബെഞ്ചുകളും, അതായത് മഴക്കാലത്ത് എടുത്തു മാറ്റാവുന്ന രീതിയിലുള്ള സംവിധാനം കൊണ്ടുവരുവാണെങ്കിൽ നല്ലതായിരുന്നു. പക്ഷേ അതിനൊന്നും ഇവിടുത്തെ പഞ്ചായത്തോ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റോ ഒന്നും ശ്രമിക്കുന്നില്ല കേട്ടോ. വെയിൽ കൂടിയിട്ടുണ്ട്. ഈ മേലത്തെ പച്ചപ്പുല്ലെല്ലാം ഉണങ്ങിക്കരിഞ്ഞ് നിൽക്കുവാണ്. കാരണം ഇവിടെ മരങ്ങളൊന്നുമില്ല. തണലെന്ന് പറയുന്ന സംഭവമല്ല ഇവിടെ. ആ കാണുന്ന കല്ലുണ്ടല്ലോ, അവിടം വരെയൊക്കെ വെള്ളം നേരത്തെ കയറി കിടന്നായിരുന്നു. ഇപ്പോൾ വെള്ളം കുറേ ഇറങ്ങിപ്പോയിട്ടുണ്ട്. ഇനിയിപ്പം ഇത് മാർച്ച് ഏപ്രിൽ മെയ് ഒക്കെ ആകുമ്പോഴത്തേക്ക് വെള്ളം നല്ല രീതിക്ക് ഇറങ്ങി. ഞങ്ങളൊക്കെ ഇതിൻ്റെ അടിവശത്ത് ഇറങ്ങിപ്പോയി വീഡിയോ എടുത്തിട്ടുണ്ട്. ആ വീഡിയോ ഒക്കെ നമ്മുടെ ചാനലിലുണ്ട് കേട്ടോ. അപ്പോൾ അഞ്ചുരുളിയുടെ ഒരു ഭംഗിയുള്ള കാഴ്ച എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ്. ഈ വേനൽക്കാലത്തും ഇത് കാണാൻ വളരെ മനോഹരമാണ്. പിന്നെ എല്ലാവരും ഈ വഴിയൊക്കെ വരുവാണെങ്കിൽ ഇവിടെയൊക്കെ വന്ന് അവധി ദിവസങ്ങളിലൊക്കെ നമ്മുടെ ഇടുക്കിയുടെ കടൽ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അക്കരെ കാണുന്നുണ്ടോ, ഇടുക്കിയുടെ ബീച്ചാണ് ആ കാണുന്നത്. അതായത് അഞ്ചുരുളി മുനമ്പ്. അവിടെ വെച്ചൊക്കെ ഒരുപാട് സിനിമകളൊക്കെ ഈ ഇടയ്ക്കൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ദിലീപിൻ്റെ തങ്കമണി സിനിമയൊക്കെയുടെ കുറേ ഭാഗങ്ങളൊക്കെ അവിടെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ സിനിമക്കാരൊക്കെ ഇവിടെ വന്ന് ഒത്തിരി സംഭവങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. സിനിമ വരുമ്പോൾ നമ്മൾ കാണുന്നതേ ഉള്ളേ. അപ്പോൾ ഭംഗിയുള്ള മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.